സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് സന്തോഷവും സമാധാനവും കൈവരിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആൻ പറയുന്നത് പോലെ തന്നെ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ കിട്ടിയതിൽ നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിലേറെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ഒന്ന് കൃതജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ളവരാവുക, നന്ദി പറയാൻ പരിശീലിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വശങ്ങളെ പതിവായി അംഗീകരിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായ ഒരു കൃതജ്ഞതാ മനോഭാവം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മർമ്മപ്രധാനമായ പോയിൻ്റ്. രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ശാന്തത അല്ലെങ്കിൽ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് പ്രാർത്ഥനകളാണ്. അപ്പോൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് കൃത്യമായ വ്യായാമവും സമീകൃതമായ പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ മതിയായ ഉറക്കവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് വ്യായാമവും അതുപോലെ തന്നെ പോഷകാഹാരവും കൃത്യമായ ഉറക്കവും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ സന്തോഷത്തിലായിരിക്കും. പിന്നെ അർത്ഥപൂർണമായ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. അത് സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കെപ്പോഴും അർത്ഥവത്തായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. ലക്ഷ്യങ്ങളും നമുക്ക് ലക്ഷ്യം മാത്രം പോരാ, ഒരുപാട് ലക്ഷ്യങ്ങൾ വേണം. അതുപോലെ തന്നെ അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് അവയ്ക്കായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ലക്ഷ്യബോധമുള്ളവരായി ജീവിക്കുക. അപ്പോഴും നിങ്ങൾക്ക് മനസ്സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും സന്തോഷകരമായ ഒരു ജീവിതവും നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ സമ്മർദ്ദം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക. ആഴത്തിലുള്ള ശ്വസനം, അതുപോലെ തന്നെ സമയം മാനേജ് ചെയ്യുക, അതായത് ടൈം മാനേജ്മെൻറ്റ്. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നടക്കുന്നില്ല, നിങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുതകുന്ന ആളുകളെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്വയം അനുകമ്പ വേണം. അതായത് മറ്റുള്ളവരോട് അനുകമ്പയുള്ളതുപോലെ തന്നെ നമ്മളോടും നമ്മുടെ ശരീരത്തോടും നമ്മുടെ മനസ്സിനോടുമൊക്കെ നമുക്കും ഒരനുകമ്പ വേണം. അതായത് നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നവരാണ്, ഒരുപാട് ജോലിയിൽ വ്യാപൃതരാകുന്നവരാണ്, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായി, അതായത് സ്വന്തം ശരീരത്തിനും ആത്മാവിനും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി സ്വയം നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വയം ഒരു അനുകമ്പയും ദയയും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പറമ്പും പാടവും ഒക്കെ നമ്മുടെ പ്രകൃതി. ആ പ്രകൃതിയിൽ നിങ്ങൾ അല്പസമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ കൈവരാൻ ഇത് പ്രാപ്തമാണ്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള
സ്വാധീനങ്ങൾ, അത് കൂട്ടുകാരിൽ നിന്നാവാം, ബന്ധുക്കളിൽ നിന്നാവാം, പല കാര്യങ്ങളിലും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവ് പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ നെഗറ്റീവിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സമനില നേടുക എന്നുള്ളതാണ്. അതായത് ജോലിയിൽ കൂടുതൽ സമയം ജോലി, കുറഞ്ഞ വിശ്രമം, അങ്ങനെ ആവരുത്. ഇത് ബാലൻസ് ചെയ്ത് പോവുക. ഭക്ഷണവും അതേപോലെ തന്നെ ജോലിയും ഉറക്കവും വിശ്രമവും ഒക്കെ ആവശ്യത്തിന്, അനാവശ്യത്തിന് ഒന്നും ഉണ്ടാവരുത്. അതായത് വല്ലാതെ വൈകിയുള്ള ജോലി, അല്ലെങ്കിൽ ഒരുപാട് സമയം ജോലിയിൽ തന്നെ വ്യാപൃതരായിരിക്കുക, ആരോഗ്യം നോക്കാതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തുടരുന്നാർ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യവും ക്ഷയിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും വളരെ മോശം ആയി മാറും. അപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പോയിൻ്റുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും സന്തോഷകരമായ സമാധാനം ഉള്ള ഒരു ജീവിതം നിങ്ങൾക്കും കൈവരും. അത്തരത്തിലുള്ള ജീവിതം നമുക്കേവർക്കും കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.